ഹായ് ഹലോ ഒരുപാട് പൂ കിട്ടിയിട്ടും തികയാതെ പോയൊരു അത്തത്തിൻ്റെ കഥയാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ. അങ്ങനെ ഇത്തവണ തത്ത ഇട്ടിട്ട് വന്നപ്പോൾ അങ്ങ് വലുതായിപ്പോയി. അവസാനം ഒരു കളം നിറയ്ക്കാൻ പൂവില്ലാഞ്ഞ് ഞാൻ പിന്നെ മുറ്റത്തെ മാവില പിച്ചി അരച്ചിടേണ്ടി വന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി തിരുവോണ ദിനം അങ്ങനെ സന്തോഷത്തോടെ അങ്ങ് തുടങ്ങി. ഞങ്ങൾ സാധാരണ തിരുവോണത്തിന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്കാണ്. അമ്മയുടെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ മാമനെ ഒന്ന് കണ്ട് മാമൻ ഓണക്കോടിയെ കൊടുത്ത് ആണ് ഞങ്ങളുടെ തിരുവോണം സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുന്നത്. തിരുവോണ ദിവസം ഓണക്കോടിയൊക്കെ ഇട്ട് കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ സമാധാനമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. സത്യത്തിൽ എനിക്കും എൻ്റെ ജാനുവിനും ഓണക്കോടിയല്ല, കാരണം അമ്പലത്തിൽ പോകുമ്പോൾ പട്ടുപാവാടയെ കിട്ടണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു പട്ടുപാവാട അങ്ങ് എടുത്തിട്ടതാണ്. അവളുടെ ഓണക്കോടിയല്ല അവളിട്ടത്. അങ്ങനെ മാമനെ കണ്ട് അങ്ങനെ മാമന് ഓണക്കോടിയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അങ്ങ് ഇറങ്ങി അടുത്ത മാമൻ്റെ വീട്ടിലേക്ക് പോകണം. എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് അവിടെയും കൂടെ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടപ്പോഴത്തേക്കും ജാനുവിനും ബാലുവിനും ഭയങ്കര ജാട കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഓണമൊക്കെ കണ്ട ശേഷം നേരെ വീട്ടിലെത്തി പാചകം തുടങ്ങണമല്ലോ, സദ്യ ഉണ്ടണ്ടേ. ഇതുവരെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. രാവിലത്തെ ഇഡ്ഡലി സാമ്പാർ മാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങിയത് അമ്പലത്തിൽ പോകാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ തിരുവോണത്തിന് അടപ്രഥമൻ മസ്റ്റാണ്, ഇവിടെ എല്ലാവരുടെ ഫേവറേറ്റ് ആണ്. അങ്ങനെ അടപ്രഥമൻ റെഡി, പപ്പടം റെഡി, സദ്യ എല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാവരും ഉച്ചയായപ്പോൾ വിശാലമായിരുന്ന സദ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.